ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് 10ന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. 2 tables and 3 chairs together cost ₹2,000, whereas 3 tables and 2 chairs together cost 2,500. Find the total cost of 1 chair, 1 table and 5 chair എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പൊ എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? 2 ടേബിളിന്റെയും 3 ചെയറിന്റെയും കൂടിയുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2,000 ആണ്. അതുപോലെ തന്നെ 3 ടേബിളിന്റെയും 2 ചെയറിന്റെയും കൂടിയുള്ള കോസ്റ്റ് 2,500 ആണ്. പിന്നെ അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ടേബിൾ ആൻഡ് 5 ചെയർ എന്നാ പറഞ്ഞത്. ഒരു ടേബിളിന്റെയും 5 ചെയറിന്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാൻ മേലാത്ത എന്താണ്? ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും കോസ്റ്റ് എന്താണെന്ന് നമുക്കിവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കത് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കണം? അത് എക്സും വൈയും ആയിട്ട് എടുക്കാം അല്ലേ? നമുക്ക് എങ്ങനെ നോക്കിക്കേ? കോസ്റ്റ് ഓഫ് ടേബിൾ, 1 ടേബിൾ ടേബിൾ ബി എന്തായിട്ട് എടുക്കാം? നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം അല്ലെ? അത് കണക്കിന് നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് 1 ചെയർ എന്തായിട്ട് നമുക്ക് എടുക്കാം? വൈ ആയിട്ടും എടുക്കാം അല്ലെ? അപ്പൊ ടേബിളിന്റെ നമുക്ക് എക്സ് ആയിട്ടും എടുക്കാം, ചെയറിന്റെ നമുക്ക് വൈ ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് 2 ടേബിൾ ആൻഡ് 3 ചെയർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിന്റെയും കൂടെ കോസ്റ്റും നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റിനിൽ. അപ്പൊ 2 tables and 3 chairs എന്ന് പറഞ്ഞാൽ ടേബിളിനെ നമ്മൾ ഏതായിട്ടാണ് എടുത്തിരിക്കുന്നത്? എക്സ് ആയിട്ട്, എക്സ് റുപ്പീസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലെ? ഇതിനെയോ ചെയറിനെ വൈ റുപ്പീസും ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 2 tables അല്ലെ? 2 tables എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into x അല്ലെ? 2 into x is equal to എങ്ങനെ എഴുതാം? നമുക്ക് 2x എന്ന് എഴുതാം. 2x എന്ന് തന്നെ എഴുതിയേക്കാം. 2x പ്ലസ് 3 ചെയർ 3 into y. അപ്പൊ എന്താണ്? 3y is equal to എത്രയാണ് കിട്ടുന്നത്? ₹200. 2,000. പിന്നെ 3 tables and 2 chairs together cost 2,500 അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 table 3 into x 3x പ്ലസ് 2 into y 2 ചേർന്ന് 2 into y is equal to 2y is equal to 2,500. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിനകത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെയോ വൈയുടെയോ ഏതെങ്കിലും ഒരു വാല്യൂ സെയിം ആക്കി നമുക്ക് എടുക്കണം. ഇവിടെ നോക്കി നമുക്ക് വൈയുടെ തന്നെ നോക്കാം. ഇത് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒന്നിന്റെ വാല്യൂ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് രണ്ടും 3യുടെ വാല്യൂ, വൈയുടെ വാല്യൂ 3യും വൈയുടെ വാല്യൂ ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെയിം ആക്കി എടുക്കണം. അതിന് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് നോക്കിയേ, ഇക്വേഷൻ നോക്കിക്കേ. 3യെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഇവിടെ നമുക്ക് 6 ആകും. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്താകും? 6 ആകും. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2നെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് നോക്കിക്കേ, 2 into 2x plus 2 into 3y is equal to എന്താണ്? 2 into 2,000. ഇതണക്കിന് രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് 3 കൊണ്ട് 3 into 3x plus 2y is equal to എന്താണ്? 3 into 2,500. എന്നിട്ട് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? 2 into 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 4x അല്ലെ? പ്ലസ് 2 into 3y എന്തായിട്ട് വരും? നമുക്ക് 6y ആയിട്ട് വരും. ഈസ് ഈക്വൽ ടു 2 into 2,000 എന്താണ്? 4,000 അല്ലെ? ഇനി നമുക്ക് അടുത്തത് നോക്കിയേ, 3 into 3x എത്രയാണ്? 9x ആയിട്ട് വരും. പ്ലസ് 3 into 2y 6y ഈസ് ഈക്വൽ ടു 3 into 2,500. 2,500നെ നമ്മൾ 325നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 7,000. അപ്പൊ എന്താണ്? 75ന്റെ 2 0 കൂടെ 7,500. ഓക്കെ ആണല്ലോ?
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നോക്കിക്കേ, ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരെണ്ണത്തിന്റെ വാല്യൂ നമുക്ക് സെയിം ആക്കാൻ ഇവിടെ പറ്റും അല്ലെ. എങ്ങനെ പറ്റും? നമുക്ക് ഇക്വേഷൻ നമ്പർ ഇതിനെ, അതായത് ഇതിനെ 3 ആയിട്ട് എടുക്കാം, നമുക്ക് ഇതിനെ 4 ആയിട്ടും എടുക്കാം. അതായത് ഇക്വേഷൻ നമ്പർ 3യിൽ നിന്നും ഇക്വേഷൻ നമ്പർ 4 മൈനസ് ചെയ്താൽ മതിയാവും അല്ലെ. അപ്പൊ എന്താണ് ഈ 4th ഇക്വേഷൻ എന്ത് ചെയ്യണം? നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് 4th ഇക്വേഷന്റെ സിമ്പല് നമ്മൾ മൈനസ് ആക്കി എടുക്കണം. ഇതിനെ നമുക്ക് സിമ്പല് മാറ്റിയെടുക്കാം, മൈനസ് ആക്കുക. അപ്പൊ ഇവിടെ മൈനസ് ആകും, ഇവിടെ മൈനസ് ആകും, ഇവിടെ മൈനസ് ആകും അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതെന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. ബാക്കി പോയിട്ട് ഇവിടെ എന്താണ്, ഇക്വേഷൻ നമ്പർ 4ൽ നിന്നും ഇക്വേഷൻ നമ്പർ 3 മൈനസ് ചെയ്ത് നോക്കുക. ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് 9ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? -5. -5x ഈസ് ഈക്വൽ ടു 7500ൽ നിന്നും 4000 മൈനസ് ചെയ്യുക. 7500 മൈനസ് 4000 0 0 5 3500 എന്ന് നമുക്ക് കിട്ടും. മൈനസ് അല്ലെ, വലുതിന്റെ സിമ്പിൾ എന്താണ്? മൈനസ്. അപ്പൊ മൈനസ് 3500 നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ -5x ഈസ് ഈക്വൽ, അപ്പൊ ഈ മൈനസ് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം അല്ലെ. 5x ഈസ് ഈക്വൽ എന്താണ്? 3500 നമുക്ക് കിട്ടി. അപ്പം therefore എക്സിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3500 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്ര വരും? 7 × 5 35. അപ്പൊ 700 നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 7500 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇത് മൈനസ് വന്നതൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. എങ്ങനെയാണ് ഇത്, അത് ഏതാണോ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറയുവാണ് നമ്മൾ. ആ ഒരു പിന്നെ 3ൽ നിന്നും 4 ആണ് മൈനസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഏതാണോ മൈനസ് ചെയ്യുന്ന അതിന്റെ ഇക്വേഷന്റെ സിമ്പല് നമ്മൾ നെഗറ്റീവ് ആക്കി കൊടുക്കണം അല്ലെ. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സിന്റെ എന്താണ് നമുക്ക് വരുന്നത്? വാല്യൂ എത്ര കിട്ടി? 700 റുപ്പീസ് എന്ന് വന്നു അല്ലെ. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? ഇതിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 1ൽ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 ഏതായിരുന്നു? 2x + 3y ഈസ് ഈക്വൽ ടു 2000 അല്ലെ. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുത്തിരുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് എക്സിന്റെ വാല്യൂ കിട്ടിയത്? 700 അല്ലെ. 2 ഇൻറ്റു ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. 2 × 700 ഈസ് ഈക്വൽ ടു 3y ഈസ് ഈക്വൽ ടു 2000 എന്ന് വന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇത് 7 × 200 എത്രയാണ്? 1400 + 3y ഈസ് ഈക്വൽ ടു 2000 എന്ന് വന്നു. therefore 3y നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 3y ഈസ് ഈക്വൽ ടു 2000 മൈനസ് 1400 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എത്രയാണ്? -1400 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്? 600 എന്ന് കിട്ടും. 600. 3y ഈസ് ഈക്വൽ ടു 600 ആയാൽ നമുക്ക് എങ്ങനെ വരും ഇക്വേഷൻ? 3y ഈസ് ഈക്വൽ ടു 600. therefore y ഈസ് ഈക്വൽ ടു എത്രയാണ്? 600 ഡിവൈഡ് ബൈ 3 എത്ര വരും നമുക്ക്? 200 അല്ലെ. 200 നമുക്ക് വരും. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ 200 കിട്ടി, എക്സിന്റെ വാല്യൂ 700 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് അത്ര റുപ്പീസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 700 എന്ന് കിട്ടി, 700 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടി. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 200 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ എക്സ് ആയിട്ട് നമ്മൾ എന്തോ എടുത്തിരിക്കുന്നത്? ടേബിൾ ആണ് എടുത്തിരിക്കുന്നത് അല്ലെ. ടേബിളിന്റെ ആണ് ഇത്. വൈ ആയിട്ട് എടുത്തിരിക്കുന്നത് ചെയറിന്റെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ടേബിളിന്റെ വാല്യൂ ഇതും പിന്നെ 5 ചെയറിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വൺ ടേബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 700 കിട്ടി.
ഇനി 5 ചെയറിന്റെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് 5 ചെയേഴ്സിന്റെ ആകുമ്പോൾ ചെയറിന് നമ്മൾ y ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത് അല്ലെ. 5 ഇൻറ്റു എത്രയാണ്, y വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 200. അതായത് ചെയറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 200. അപ്പൊ എത്ര കിട്ടി ഇവിടെ? 1000 rupees കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് 5 ചെയറിന്റെയും 1 ടേബിളിന്റെയും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തും അവർ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ടേബിൾ ആൻഡ് 5 ചെയറിന്റെ. ഇതെന്താണ്? ഒരു ടേബിളിന്റെയും കിട്ടി, നമുക്ക് 5 ചെയറിന്റെയും കിട്ടി. ഇനി രണ്ടും കൂടെ ഉള്ള ടോട്ടലാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് 1 ടേബിളിന്റെയും 2ന്റെയും കൂടെയുള്ള കോസ്റ്റ് കാണണം. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് എക്സ് പ്ലസ് വൈ അല്ലെ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ടേബിളും കോസ്റ്റും കൂടെ. അപ്പൊ 700 പ്ലസ് 1000 ഈസ് ഈക്വൽ ടു 1700 കോസ്റ്റ് ആകും, റുപ്പീസ് ആകും നമുക്ക് രണ്ടിന്റെയും കൂടെ. അതായത് 5 ചെയറിന്റെയും 1 ടേബിളിന്റെയും കൂടിയുള്ള കോസ്റ്റ്. അപ്പൊ നമുക്ക് therefore കോസ്റ്റ് ഓഫ് 1 ടേബിൾ ആൻഡ് 5 ചെയർ അല്ലെ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 1700 റുപ്പീസ്. ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓള് ക്ലിക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളും. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.